നേര്യമംഗലത്തിനടുത്ത് വാരപ്പെട്ടി പഞ്ചായത്തിൽ വൻതോതിൽ മാലിന്യം തള്ളി. പാറമടകളിലെ വെള്ളത്തിലേക്കാണ് മാലിന്യം തള്ളിയത്. ഇതോടെ കുടിവെള്ള സ്രോതസ്സുകൾ പലതും മലിനമായി. നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ പാറമടകൾ കേന്ദ്രീകരിച്ചാണ് വൻതോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. 10-ാം വാർഡിൽ 8-ാം മൈൽ ചിരമ റോഡിന്റെ വശത്തുള്ള പാറമടകളിലാണ് കൂടുതലും മാലിന്യം. രാസമാലിന്യങ്ങൾ ഉൾപ്പെടെ പാറമടയിലേക്ക് തള്ളിയതിനാൽ വെള്ളം മലിനമായി. വലുതും ചെറുതുമായി വിവിധ ഇനങ്ങളിൽപ്പെട്ട നൂറുകണക്കിന് മീനുകളാണ് ചത്തുപൊങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് രാത്രിയുടെ മറവിൽ ഇവിടെ മാലിന്യം തള്ളിയത്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധമുണ്ട്. വാരപ്പെട്ടി പഞ്ചായത്തിലെ മുഖ്യ കുടിവെള്ള സ്രോതസ്സുകളാണ് ഈ പാറമടകൾ. ഇവിടെ നിന്നുള്ള വെള്ളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നതും. കഴിഞ്ഞ ദിവസം മറ്റൊരു പാറമടയിൽ തള്ളിയ വൻ മാലിന്യ ശേഖരം രാത്രിയിൽ തന്നെ JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് മൂടിയ സംഭവമുണ്ടായി. മഴക്കാലത്ത് മാലിന്യങ്ങൾ ഒലിച്ചിറങ്ങി വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും സാംക്രമിക രോഗങ്ങളും ഉണ്ടാകുമെന്ന ഭയപ്പാടിലാണ് നാട്ടുകാർ. ഇവിടെ ഈ പാദയാത്രയുടെ മറവിൽ ഈ വേസ്റ്റ് കൊണ്ടും തട്ടി അത് വേസ്റ്റ് കൊണ്ടും തട്ടുന്നതിനെ ചോദ്യം ചെയ്ത ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് ആ വേസ്റ്റ് കൊണ്ടും തട്ടുന്ന ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം. 1-2 ദിവസത്തിനുള്ളിൽ വെള്ളം മുഴുവനും ഒഴുകി വരുന്നത് ഞങ്ങളുടെ കിണറുകളുടെ സ്രോതസ്സുകളിലേക്കും ഞങ്ങളുടെ പറമ്പുകളിലേക്കൊക്കെയാണ് ഈ വരുന്ന മാലിന്യം വരുന്നത്. ഇവിടെ ആളുകൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. രാത്രിയാണ് ഇത് കൊണ്ടുവന്ന് മുഴുവൻ ഡംപ് ചെയ്യണത്. ഇവിടെ ഭീഷണിയും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നേരത്തെയും ഇവിടെ സമാനമായ രീതിയിൽ മാലിന്യം നിക്ഷേപിച്ചപ്പോൾ നിയമ നടപടികൾ ഉണ്ടായിരുന്നു. മാലിന്യം തള്ളിയവരെ പിടികൂടി ശിക്ഷിക്കണമെന്നും ഭാവിയിൽ മാലിന്യ നിക്ഷേപം ഉണ്ടാകാതിരിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.